ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ളോഗാണ്. ഈദൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടിയെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. വലിയ ലെങ്തി ഒന്നുമല്ല, നല്ലൊരു ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, കടൽ കാണാൻ പോവാന്ന്. അങ്ങനെ കഴിഞ്ഞ പെരുന്നാളിന് പോവാമെന്ന് പ്ലാൻ ചെയ്ത് അതൊന്നും നടന്നില്ല. ഇപ്പോഴാണ് പോകാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയിട്ടും ഭയങ്കര വെയിൽ. അങ്ങോട്ട് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വെയിലായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാനിട്ട മൈലാഞ്ചിയാണ് കേട്ടോ ഇത്. ട്യൂബ് എന്നെ ചതിച്ചത് കാരണം ഇങ്ങനെ ഒരു കോലത്തിലാക്കി എടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരു 6 മണി ടൈം ആകുമ്പോൾ അത്യാവശ്യം തിരക്കായി. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്നു. അങ്ങനെ ഈ ഒരു കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ കടലൊക്കെ കണ്ട് കപ്പലണ്ടിയും കഴിച്ച് എന്തൊക്കെയായ വർക്ക് അവിടെ ഇരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അല്ലെങ്കിൽ ഈ കടൽ എത്ര കണ്ടാലും മടക്കില്ലല്ലോ. അങ്ങനെ കുറേ നേരം കടലിങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു 6:30-7 മണി ആവാറായിട്ടുണ്ടാവും കേട്ടോ. ഇരുട്ടാവാറായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര തിരക്ക്. പെരുന്നാളായത് കാരണമെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അങ്ങനെ കുറച്ച് ഉപ്പിലിട്ടത് കണ്ടു, അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കയ്പ്പക്കൊക്കെ ഉപ്പിലിട്ടത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറേ നേരം എന്ത് വാങ്ങണം എന്നിങ്ങനെ സംശയമായിരുന്നു. അങ്ങനെ കുറേ ഉള്ള കാരണം അങ്ങനെ കുറച്ച് മാങ്ങ 2-3 പീസ് വാങ്ങിയിട്ടുള്ളൂ. മാങ്ങയും പിന്നെ 2 പൈനാപ്പിളും പിന്നെ എനിക്ക് അരിനെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പ്ലേറ്റ് അരിനെല്ലിക്കയും മേടിച്ചു. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ ഈ ഒരു ഐസ്ക്രീം ചോക്കോബാറും പിന്നെ മാംഗോ ബാറാണ് കേട്ടോ വാങ്ങിയത്. അതൊക്കെ കിട്ടാൻ ഭയങ്കര തിരക്കായത് കാരണം കുറച്ച് അവിടെ നിന്നിട്ടാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു ജീരക സോഡ കുടിച്ചു കിട്ടാം. വരുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഭയങ്കര ടയേർഡായി. അങ്ങനെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഈ ഒരു ബീഫ് ബിരിയാണി അച്ചാറും സാലഡൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.